ഉണർത്തുക. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടന മാലിന്യങ്ങളാവുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല പ്രയാസങ്ങളും ചിലപ്പോൾ ഉണ്ടാവും. സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മളൊക്കെ. സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പല പ്രയാസങ്ങളും ചിലപ്പോൾ അനുഭവപ്പെടേണ്ടി വരും. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ദീനിന്റെ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മുൻഗാമികൾക്കൊക്കെ പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇവ സഹിച്ചു തന്നു. ആ പ്രയാസങ്ങൾ അവർ തരണം ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള സഹായവും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അവർക്ക് ചെയ്തു. അപ്പൊ അതുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് ദുന്യാവാണ്, ദുന്യാവിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. പ്രത്യേകിച്ച് മുഅല്ലിമീങ്ങൾക്കൊക്കെ പല പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ നാട്ടിലുള്ള നേതാക്കന്മാരോടും ഉമറാക്കന്മാരോടൊക്കെ പറയാനുള്ളത്, ഓരോ മഹല്ലത്തിലും അവർക്കുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവർക്ക് വേണ്ട കവചമൊരുക്കാനും അവർക്ക് സഹായങ്ങൾ എത്തിക്കാനൊക്കെ നിങ്ങളൊക്കെ സന്നദ്ധരാവണം. ഒരു മുഅല്ലിമിനെ ഒരു സ്ഥലത്ത് പിരിച്ചുവിട്ട് നോക്കുക, എന്നാൽ അത് ചോദിക്കണം, എന്താ പിരിച്ചുവിടാനുള്ള കാരണം? ഇയാളെന്താ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അയാളെ പിരിച്ചുവിടാം. അത് സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഓക്കെ, അതല്ല, അതിന്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. അപ്പൊ നാട്ടിലുള്ള ആളുകൾ അവര് മിണ്ടാതിരുന്നാൽ പോരാ. അവര് ഒരു മുഅല്ലിമിനിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസം എന്താണ് അതിന്റെ കാരണം എന്ന് അന്വേഷിച്ച് ആ മുഅല്ലിമിന് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ എല്ലാവരും തയ്യാറാവണമെന്ന് നാട്ടിലുള്ള ഉമറാക്കന്മാരോടും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളോടും വേണ്ടപ്പെട്ട എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഉണർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ദീനിന്റെ സ്വഭാവത്തിലായിക്കൊണ്ട് ഇവിടെ നിലനിൽക്കണം. അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ വളരെ മുസ്തഖീമായ തരീഖിൽ കൂടിയാണ് അല്ലാഹു നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ തരീഖിൽ കൂടി സഞ്ചരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉഹു. ആ വഴിയോട് പിൻപറ്റിക്കൊണ്ട് തന്നെ നമ്മൾ പോകണം. പല വ്യത്യസ്തമാവുന്ന പല റൂട്ടുകളുണ്ടാവും. വലാ തത്തബിഉ സുബുൽ, അങ്ങനെ വ്യത്യസ്തമാവുന്ന റൂട്ടുകളിൽ ആരും പിൻപറ്റിക്കൊണ്ട് പോകരുത്. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ വിശുദ്ധമാവുന്ന ആശയങ്ങളും ആദർശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ആദർശ സമ്മേളനം നടത്തുന്നത്, ആദർശപരമായ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ എതിർക്കാനോ അപ്പോൾ ആദർശത്തിൽ കൂടി മുർത്തദീകളെ നമ്മൾ എതിർക്കും. എല്ലാ വിദഈ പ്രസ്ഥാനങ്ങളെയും എതിർക്കും. അവർക്കുള്ള ആശയങ്ങളിലുള്ളതായ വൈകല്യങ്ങൾ നമ്മൾ തുറന്നു കാട്ടും. അത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് സംഘടനയോട് ആർക്കും വെറുപ്പുണ്ടാവാൻ പാടുള്ളതല്ല എന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ നിലക്കുള്ളതായ ഖൈറിനെയും ബർക്കത്തിനെയും അല്ലാഹു ചൊരിഞ്ഞിരട്ടെ. എല്ലാ ശത്രുക്കളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.